ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം ചെയ്ത കേന്ദ്ര സർക്കാർ നടപ്പിൽ വരുത്തുന്ന വഖഫ് ഭേദഗതി ബില്ലിനെതിരെ താലൂക്ക് കേന്ദ്രങ്ങളിൽ നടത്തുന്ന പോസ്റ്റ് ഓഫീസ് ധർണ ഉടുമ്പൻചോല താലൂക്കിലെ ഹെഡ് പോസ്റ്റ് ഓഫീസായ മുണ്ടിയരുമ പോസ്റ്റ് ഓഫീസിൽ നടന്നു. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പൊന്നു ട്രേഡിംഗ് കമ്പനി, കട്ടപ്പന. താലൂക്കിലെ വിവിധ മഹല്ലുകളിലെ ഇമാമികൾ, ഭരണകർത്താക്കൾ, ജമാഅത്ത് ഭാരവാഹികൾ ഉൾപ്പെടെ 100-ലധികം പേർ പങ്കെടുത്ത പ്രതിഷേധ ധർണയ്ക്ക് കേരള മുസ്ലിം ജമാഅത്ത് ഫെഡറേഷൻ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് VM സ്വാലി ഹാജി അധ്യക്ഷത വഹിച്ചു. ജമാഅത്ത് ഫെഡറേഷൻ ഒരിക്കലും ജമാഅത്തുകളെ ജനങ്ങളെ ഭിന്നിപ്പിക്കലോ ജനങ്ങളുടെ ഇടയിൽ വർഗീയത വളർത്തുന്നതിനോ അല്ലെങ്കിൽ സ്വൈര്യജീവിതം സ്വൈര്യവിഹാരത്തിനും സ്വൈര്യമായ രാഷ്ട്ര നിയമ വ്യവസ്ഥകൾക്കും എതിരായി ഒരു പ്രവർത്തനങ്ങളും ഈ കാലഘട്ടം വരെയും ചെയ്തിട്ടില്ല. നമുക്ക് തന്നെ അറിയാം, ഹൈറേഞ്ചിലെ ഏതാണ്ട് 10-20 വരുന്ന ജമാഅത്തുകളുടെ ഉസ്താദിന്മാരും അതിന്റെ ഔദ്യോഗിക പ്രതികളിൽ നിന്ന് 4-5 പേര് മാത്രമാണ് ഇതിൽ പങ്കെടുത്തിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് ജില്ലാതലങ്ങളിൽ വലിയ ഒരു പ്രതിഷേധ പ്രകടനങ്ങൾ ജനങ്ങളെയും കൊണ്ട് കൈകാര്യം ചെയ്യാൻ അറിയാഞ്ഞിട്ടല്ല, പക്ഷെ മർമ്മത്ത് നിൽക്കേണ്ടടത്ത് പറയേണ്ട സമയത്ത് പറയേണ്ടവരുടെ ബാധ്യതയാണെന്നുള്ള തിരിച്ചറിവ് കൊണ്ട് മാത്രം നാട്ടിന്റെ സന്തുലനികാവസ്ഥയും സമാധാനവും നിലനിർത്തിക്കൊണ്ട് പെരുമാറാൻ അന്നും ഇന്നും കൂട്ടുനിൽക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ ഒരു മതവിഭാഗത്തിന്റെ ഭാഗമായ മുസ്ലിം സമൂഹം അതിനുവേണ്ടി മുഴുകുന്നില്ല എന്നത് മാത്രമാണ്. ജംഇയ്യത്തുൽ ഉലമ താലൂക്ക് പ്രസിഡന്റ് MK അബ്ദുസലാം ഹസനി ദുആയ്ക്ക് നേതൃത്വം നൽകി. നെടുങ്കണ്ടം നൂർ മുഹമ്മദിയ ജമാഅത്തിന്റെ ഇമാം അമീൻ മൗലവി യോഗം ഉദ്ഘാടനം ചെയ്തു. ജമാഅത്ത് ഫെഡറേഷൻ താലൂക്ക് സെക്രട്ടറി യൂസഫ് മൗലവി മുഖ്യപ്രഭാഷണം നടത്തി. പുതുതായി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന വഖഫ് ഭേദഗതി ബില്ല് ഇന്ത്യൻ മുസ്ലിമുകളുടെ വഖഫിന്മേലുള്ള അവകാശങ്ങൾ നിഷേധിക്കുന്നതാണെന്നും ജീവൻ ബലി കൊടുത്തും അത് തടയാൻ ആവശ്യമായ പ്രതിരോധ നടപടികൾ സ്വീകരിക്കുമെന്നും അതിനുവേണ്ടി ജീവത്യാഗം ചെയ്യേണ്ടി വന്നാൽ അതിനും ഈ സമുദായം തയ്യാറാകുമെന്നും മുഖ്യപ്രഭാഷകൻ ഓർമ്മപ്പെടുത്തി. മുണ്ടിയരുമ തബ്ലീഗുൽ ഇസ്ലാം ജമാഅത്ത് പ്രസിഡന്റ് അബ്ദുർ റസാഖ് മൗലവി ധർണ ഉദ്ഘാടനം ചെയ്തു. മുണ്ടിയരുമ ഇമാം ആസിഫ് മൗലവി, ലജ്നത്തുൽ മുഅല്ലിമീൻ താലൂക്ക് പ്രസിഡന്റ് അബ്ദു സത്താർ മൗലവി, ജമാഅത്ത് ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം ഈസ കാഞ്ഞാർ തുടങ്ങിയവർ യോഗത്തിൽ സംസാരിച്ചു. ഭരണഘടന പൗരന്മാർക്ക് നൽകുന്ന അവകാശങ്ങൾ നിഷേധിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ നടപ്പിൽ വരുത്തുന്ന വഖഫ് ഭേദഗതി ബിൽ അംഗീകരിക്കാൻ സാധ്യമല്ല എന്ന് പ്രമേയം പാസാക്കിക്കൊണ്ട് തൂക്കുപാലം ഇമാം നാഫി മൗലവി കൗസരി പ്രമേയം അവതരിപ്പിച്ചു. ഇടുക്കി ലൈവ് ന്യൂസ് നെടുങ്കണ്ടം. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത്. നിങ്ങൾ ഭംഗി മാത്രം നോക്കിയാണോ ഫർണിച്ചർ വാങ്ങുന്നത്? ഒരിക്കലും ആയിരിക്കില്ല. നിങ്ങൾ ഏത് മരമാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് തീർച്ചയായും ചോദിച്ചറിയും. തേക്ക്, ഈട്ടി, മറ്റു മരങ്ങൾ എന്നിങ്ങനെ എല്ലാ മരങ്ങൾക്കും ഓരോ ക്വാളിറ്റി ഉണ്ട്. അതാരെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഡിസൈനിലും നിലവാരത്തിലും എല്ലാ ഫർണിച്ചറുകളും ഞങ്ങളുടെ സ്വന്തം പണിശാലയിൽ മിതമായ നിരക്കിൽ 100% ലൈഫ് ടൈം വാറന്റിയോടുകൂടി നിർമ്മിച്ചു നൽകുന്നു. മാത്രമല്ല, പ്രമുഖ പെയിന്റ് നിർമ്മാതാക്കളായ ഇൻഡിഗോ പെയിന്റ്സ് 20% വരെ ഡിസ്കൗണ്ടിൽ വാങ്ങാം. കൂടാതെ ഹോം അപ്ലയൻസസ്, വിവിധ മോഡൽ ബെഡുകൾ, ക്രോക്കറി, ഡ്രാസ്, അലുമിനിയം, സ്റ്റീൽ ഐറ്റംസ്, പ്ലാസ്റ്റിക് പാത്രങ്ങൾ, ഗിഫ്റ്റ് ഐറ്റംസ് എന്നിങ്ങനെയുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും ഡിസ്കൗണ്ട് വിലയിൽ. പൊന്നു ട്രേഡിംഗ് കമ്പനി, കട്ടപ്പന.